1986 അന്റാർട്ടിക്കയിൽ നിന്ന് വേർപെട്ട A23A 30 വർഷത്തിലേറെ സമയം വെഡൽക്കടലിൽ കുടുങ്ങിയിരുന്നു. 2020 മാത്രമാണ് ഇത് ഒഴുകി തുടങ്ങിയത്. ഒരു കാലത്ത് ഗ്രേറ്റർ ലണ്ടന്റെ ഇരട്ടിയിലധികം വലിപ്പവും ഏകദേശം 1 ട്രില്യൺ ടൺ ഭാരവും ഉണ്ടായിരുന്ന മെഗാബർഗ് ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന വലിപ്പത്തിന്റെ പകുതിയിലും കുറഞ്ഞ നിലയിലാണ്. യൂറോപ്യൻ യൂണിയന്റെ കോപ്പർനിക്കസ് ഉപഗ്രഹ നിരീക്ഷണ സംവിധാനത്തിന്റെ പുതിയ വിശകലനങ്ങൾ പ്രകാരം ഇപ്പോഴും 1770 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഹിമപർവ്വതമാണ് A23A. കഴിഞ്ഞ ആഴ്ചകളിൽ 400 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വലിയ പാളി ഉൾപ്പെടെ നിരവധി ഭാഗങ്ങൾ വേർപെട്ട് കടലിൽ ചിതറിക്കിടക്കുകയായിരുന്നു. സമുദ്രത്തിലെ വെള്ളത്തിന് ചൂട് കൂടിയതിനാൽ ഐസ്ബർഗിന്റെ അടിസ്ഥാനം തുടർച്ചയായി ഉരുകുകയാണ് എന്ന് ബ്രിട്ടീഷ് അന്റാർട്ടിക് സർവേയിലെ ഭൗമശാസ്ത്രജ്ഞനായ ആൻഡ്രൂ മേയേഴ്സ് പറഞ്ഞു. ഇനി കുറച്ചാഴ്ചകൾക്കുള്ളിൽ ഇത് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അപ്രത്യക്ഷമാകുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രവചനം. ഈ വർഷം മാർച്ചിൽ ദക്ഷിണ ജോർജിയ ദ്വീപിനരികെ A23A കുടുങ്ങിയപ്പോൾ പെൻഗ്വിനുകളുടെയും മുതിരകളുടെയും ഭക്ഷണമേഖലകൾക്ക് ഭീഷണിയുണ്ടാകുമെന്ന ആശങ്ക ഉയർന്നിരുന്നു. ഇപ്പോൾ ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ചൂട് തിരമാലകളുമാണ് ഇതിന്റെ വേഗത്തിലുള്ള വിഘടനത്തിന് കാരണമാകുന്നത്. ശാസ്ത്രജ്ഞരുടെ വിലയിരുത്തലിൽ ഇത്രയും വലിപ്പം കാരണം A23A മറ്റ് ഹിമപർവ്വതങ്ങളെക്കാൾ ഏറെ ദൂരം സഞ്ചരിച്ചു. എങ്കിലും അന്റാർട്ടിക്കയുടെ തണുത്ത സംരക്ഷണം വിട്ട ശേഷം ഏത് ഹിമപർവ്വതവും അവസാന വിധി തേടുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ശാസ്ത്രീയമായി ഹിമപർവ്വതങ്ങൾ വേർപെടുന്നത് സ്വാഭാവിക പ്രക്രിയയായിരുന്നാലും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ മനുഷ്യനിർമ്മിത സ്വാധീനം കാരണം ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതായും അവർ ചൂണ്ടിക്കാട്ടുന്നു.